Dear students, electric field in matter അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഡി, വെക്റ്റർ ഡി വെച്ചിട്ടാണ്. ഓക്കെ, ആദ്യം നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് ഒരു കണ്ടക്റ്റിംഗ് ഷെല്ലിനെ നമ്മൾ അസ്യൂം ചെയ്യുക. ആ കണ്ടക്റ്റിംഗ് ഷെല്ലിൻ്റെ നടുവിൽ നമ്മളൊരു പ്ലസ് ക്യൂ ചാർജ് പ്ലേസ് ചെയ്യുകയാണ്. ഈ കണ്ടക്റ്റിംഗ് ഷെല്ല് സ്ഫെറിക്കൽ ഷേപ്പിലാണ്, വിത്ത് റേഡിയസ് സ്മോൾ ആർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലസ് ക്യൂ ചാർജ് ഈ ഷെല്ലിൻ്റെ അല്ലെങ്കിൽ ഈ കണ്ടക്റ്റിംഗ് ഷെല്ലിൻ്റെ നടുവിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ ഷെല്ലിൻ്റെ ഇന്നർ വോൾസിൽ നെഗറ്റീവ് ചാർജസ് അലൈൻ ചെയ്യും. ഓക്കെ, അതിനനുസരിച്ച് തന്നെ പുറത്ത് എന്താവും, പോസിറ്റീവ് ചാർജും അലൈൻ ചെയ്യും. Okay, when a charge Q is kept at the center of the conducting shell, നമ്മൾ ഒരു പ്ലസ് ക്യൂ ചാർജിനെ ഒരു കണ്ടക്റ്റിംഗ് ഷെല്ലിൻ്റെ മിഡിലിൽ പ്ലേസ് ചെയ്തു. ഈക്വൽ എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജസ് ആർ ഇൻഡ്യൂസ്ഡ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ ഷെൽ. ഇതിന് ഈക്വലായിട്ട് നെഗറ്റീവ് ചാർജ് ഷെല്ലിൻ്റെ ഇന്നർ സൈഡിൽ അലൈൻ ചെയ്തു. ഓക്കെ, which in turn induces equal amount of positive charges plus Q on the outer surface of the shell. ഈ ഒരു നെഗറ്റീവ് ചാർജ് കാരണം ഒരു പോസിറ്റീവ് ചാർജ് ഇതിൻ്റെ പുറത്ത് അലൈൻ ചെയ്തു അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദർ ഇസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പ്ലസ് ക്യൂ ചാർജർ ടു ദ ഔട്ടർ സർഫേസ് ഓഫ് ദ ഷെൽ. അതായത് ഇവിടെ നമ്മൾ എന്തുണ്ടായി, നമ്മൾ പ്ലസ് ക്യൂ ചാർജ് ഇവിടെ നിന്നും ഔട്ടർ സർഫേസിലേക്ക് ഡിസ്പ്ലേസ് ആയി ത്രൂ ദ മീഡിയം ഓഫ് ദ കണ്ടക്റ്റിംഗ് ഷെൽ. ഈ കണ്ടക്റ്റിംഗ് ഷെല്ലിൻ്റെ മീഡിയത്തിൽ കൂടെ നമ്മൾ പ്ലസ് ക്യൂ ഇവിടെ നിന്നും പുറത്തേക്ക് ഡിസ്പ്ലേസ് ആയി. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മീഡിയം. ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടക്റ്റിംഗ് ഷെല്ലിൻ്റെ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ ചാർജ് കെപ്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഷെൽ. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സെൻറ്ററിൽ നമ്മൾ പ്ലേസ് ചെയ്ത ചാർജിനെ മാത്രമാണ് നമ്മുടെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കണ്ടക്റ്റിംഗ് ഷെല്ലിൻ്റെ മീഡിയത്തിനെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഡിസ്പ്ലേസ്ഡ് ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് ദ ഷെൽ. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഡിസ്പ്ലേസ്ഡ് ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് ദ ഷെൽ. അതായത് യൂണിറ്റ് ഏരിയ ഓഫ് ദ ഷെല്ലിൽ കൂടെ ഡിസ്പ്ലേസ്ഡ് ആവുന്ന ചാർജിന്റെ എമൗണ്ടിനെ നമ്മൾ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നു. ഓക്കെ, ഫോർ ദ കൺസിഡേർഡ് സ്ഫെറിക്കൽ ഷെൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഡി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πr² ഇൻറ്റു ആർ ക്യാപ്. ഈ ഒരു സ്ഫെറിക്കൽ ഷെല്ലിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഡി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πr² ഇൻറ്റു ആർ ക്യാപ്, വെർ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ. അല്ലെങ്കിൽ ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് ആണ് ഈ സ്മോൾ ആർ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഡി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നമ്മളെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓൺ ദ സർഫേസ് ഓഫ് ദ ഷെൽ ഈസ് ഗിവൺ ബൈ, ഈ ഒരു സർഫസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? E ഈക്വൽ ടു ക്യൂ ബൈ 4πε0 r² ഇൻറ്റു ആർ ക്യാപ് എന്ന് എഴുതാം അല്ലേ. ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എന്താണെന്നറിയോ? ക്യൂ ബൈ 4πε0 r², ക്യൂ ബൈ 4πr² മാത്രം എഴുതിയിട്ട് 1/ε0 ഇങ്ങോട്ട് മാറ്റി എഴുതാം. കാരണം എന്താ, ക്യൂ ബൈ 4πr² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ക്യാപിറ്റൽ ഡി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓൺ ദ സർഫേസ് ഓഫ് ദ ഷെൽ ഇ ഈസ് ഈക്വൽ ടു d/ε0 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നിന്നും ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ഡി ഈസ് ഈക്വൽ ടു വെക്റ്റർ ഇ ഇൻറ്റു ε0, അതായത് ഡി ഈസ് ഈക്വൽ ടു ε0 ഇൻറ്റു ഇ. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ε0 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫേസ് ഓഫ് ദ ഷെൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇതിൽ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ ഗോസസ് ലോ. That means integral form in terms of electric displacement. അതായത് ഇൻ്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോനെ നമ്മൾ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേമിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? ഗോസസ് ലോ, സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ ε0 നമുക്കറിയാം. ഓക്കെ, ഇതിന് നമ്മൾ ഈ
ആപ്സിലോൺ സീറോനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് വരും? സർഫസ് ഇൻ്റഗ്രൽ ആപ്സിലോൺ സീറോ ഇ ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആപ്സിലോൺ സീറോ ഇൻറ്റു ഇ എന്തിന് ഈക്വലാണ്? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിക്ക് ഈക്വലാണ്. അപ്പോൾ ഇതിവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഡി കൊടുക്കുന്നു അല്ലേ? അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ്. ഇതാണ് നമ്മൾ ഇൻ്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോനെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേമിൽ എഴുതുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ദ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ത്രൂ എ ക്ലോസ്ഡ് സർഫേസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫേസ്. ഇൻ്റഗ്രൽ ഫോം ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ത്രൂ എ ക്ലോസ്ഡ് സർഫേസ് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ സർഫേസിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ചാർജിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മളിപ്പോൾ ഇൻ്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോ ആണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടൈമിൽ എഴുതിയത്. അടുത്തത് നമ്മൾ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ നമ്മൾ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേമിൽ മാറ്റി എഴുതാൻ പോവുകയാണ്. നമുക്കറിയാം ഇവിടെ നമുക്ക് എന്ത് കിട്ടി? സർഫസ് ഇൻ്റഗ്രൽ, അതായത് ഇൻ്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എന്ത് കിട്ടി? സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് കിട്ടി അല്ലേ? ക്യൂ എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം വോളിയം ഇൻ്റഗ്രൽ ഡി ക്യൂ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ റോ ഡി ടോ അല്ലേ? അപ്പോൾ നമുക്ക് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ, അതായത് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എന്തിന് ഈക്വലാണ്? ക്യൂ എൻക്ലോസ്ഡ് ഈക്വൽ ആണ്. ക്യൂ എൻക്ലോസ്ഡ് എന്തിന് ഈക്വൽ ആണ്? വോളിയം ഇൻ്റഗ്രൽ റോ ഡി ടോന് ഈക്വൽ. അപ്പോൾ ഇത് ഈക്വൽ ടു ഇത് നമുക്ക് എഴുതിക്കൂടെ? സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ റോ ഡി ടോ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഈ എൽ എച്ച് എസ് ഭാഗത്തിന് ഈ സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എയിൽ നമ്മൾ ഗോസസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു എന്ത് വരും? വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഡി ഡി ടോ വിച്ച് ഈസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ റോ ഡി ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എന്ന് എഴുതാം. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ. ഇതാണ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ 3 represent the differential form of Gauss's law in terms of electric displacement. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ടോപ്പിക് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എ ഡൈ ഇലക്ട്രിക് മീഡിയം. എന്താണ്? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എ ഡൈ ഇലക്ട്രിക് മീഡിയം. In a dielectric medium, there may be free charges present along with bound charges. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ഡൈ ഇലക്ട്രിക് മീഡിയത്തിൽ നമ്മുടെ ബൗണ്ട് ചാർജസിൻ്റെ കൂടെ തന്നെ ഫ്രീ ചാർജസും ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് ഡെൻസിറ്റി റോന് ഇൻ എ ഡൈഇലക്ട്രിക് മീഡിയം, ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിലുള്ള ടോട്ടൽ ചാർജ് ഡെൻസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? റോ ഈക്വൽ ടു റോ എഫ്, അതായത് ചാർജ് ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പ്ലസ് റോ ബി ചാർജ് ഡെൻസിറ്റി ഓഫ് ബൗണ്ട് ചാർജസ് എന്ന് എഴുതാം. ഇവിടെ എന്താണ് റോ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ചാർജ് ഡെൻസിറ്റി ഓഫ് ബൗണ്ട് ചാർജസ് ആൻഡ് റോ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ചാർജ് ഡെൻസിറ്റി ഓഫ് ഫ്രീ ചാർജസ് അല്ലേ. ഇനി പി എന്ന് പറയുന്നത് പോളറൈസേഷൻ ആണെങ്കിൽ ദ വോളിയം ബൗണ്ട് ചാർജ് ഡെൻസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വോളിയം ബൗണ്ട് ചാർജ് ഡെൻസിറ്റി റോ ബി ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഡെൽ ഡോട്ട് പി ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് ഡെൻസിറ്റി റോ എന്തിന് ഈക്വലാണ്? റോ എഫ് പ്ലസ് റോ ബിക്ക് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ റോ ഈസ് ഈക്വൽ ടു റോ എഫ് പ്ലസ് റോ ബി, റോ എഫ് പ്ലസ് ഓഫ് മൈനസ് ഡെൽ ഡോട്ട് പി വരും. അപ്പോൾ റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി വരും. റോ ഈസ് ഈക്വൽ ടു റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി എന്ന് എഴുതാം. Okay, the differential form of Gauss's law in terms of electric field intensity is given by del dot E is equal to rho by epsilon 0. നമ്മൾ Gauss's law ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീൻ്റെ ടേമിൽ എഴുതുമ്പോൾ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ ആപ്സിലോൺ 0 ആണെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും റോ ഈക്വൽ ടു ഡെൽ ഡോട്ട് ഇ ഇൻറ്റു ആപ്സിലോൺ 0, ഈ ആപ്സിലോൺ 0നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. റോ ഈക്വൽ ടു ഡെൽ ഡോട്ട് ആപ്സിലോൺ 0 ഇൻറ്റു ഇ എന്ന് വരും. ഇനി ഇക്വേഷൻ 2നോട് ഇക്വേഷൻ 3 നമ്മൾ കൺസിഡർ ചെയ്യുക, കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും? ഇക്വേഷൻ 2 എന്താണ്? റോ ഈക്വൽ ടു റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി ആണ് ഇക്വേഷൻ 2.
അപ്പോൾ ഇവിടെ നോക്കുക റോ ഈക്വൽ ടു റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പിയും ഇവിടെ റോ ഈക്വൽ ടു ഡെൽ ഡോട്ട് ആപ്സിലോൺ 0 ഇൻറ്റു ഇയും. അപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെൽ ഡോട്ട് ആപ്സിലോൺ 0 ഇൻറ്റു ഇ ഈക്വൽ ടു റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി എന്ന് വരും. ഓക്കെ, ഇതിൽ നിന്ന് റോ എഫ് ഈക്വൽ ടു ഈ ഒരു ടേം ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? പ്ലസ് ആവും അല്ലേ. അപ്പോൾ ഡെൽ ഡോട്ട് ആപ്സിലോൺ 0 ഇൻറ്റു ഇ പ്ലസ് ഡെൽ ഡോട്ട് പി ഈസ് ഈക്വൽ ടു റോ എഫ് എന്ന് വരും. ഇതിൽ നിന്ന് രണ്ടും നമ്മൾ ഡെല്ല് പുറത്തെടുക്കുന്നു. ഡെൽ ഡോട്ട് ആപ്സിലോൺ 0 ഇൻറ്റു ഇ പ്ലസ് പി ഈക്വൽ ടു റോ എഫ്, അതായത് ചാർജ് ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ടേം കിട്ടും അല്ലേ. This equation shows that divergence of epsilon 0 E plus P depends only on the free charge density. ഇത് ഫ്രീ ചാർജ് ഡെൻസിറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലേ. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മീഡിയം, അതേപോലെ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദിസ് ഫാക്ടർ ഈ എപ്സിലോൺ 0 ഇ പ്ലസ് പി എന്ന ഫാക്ടറിനെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ഡൈഇലക്ട്രിക്സ് എന്ന് പറയുന്നു. എന്താണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ഡൈഇലക്ട്രിക്? സോ നമുക്ക് ഇൻ ഡൈഇലക്ട്രിക്കിൻ്റെ കേസിൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി എന്ന് എഴുതാം. ഓക്കെ, ഇക്വേഷൻ 4ലേക്ക് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ടേമിന് നമ്മൾ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ് എന്ന് കിട്ടും. എന്താണ് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഗോസസ് ലോ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ഫോർ എ ഡൈഇലക്ട്രിക് മീഡിയം. ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിൽ ഗോസസ് ലോ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേമിൽ എങ്ങനെയാണ് എഴുതുക? നമുക്കറിയാം ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ ഫോർ ഡൈഇലക്ട്രിക് മീഡിയം ഈസ് ഗിവൺ ബൈ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ ഫോർ എ ഡൈഇലക്ട്രിക് മീഡിയം. ഇതെന്താണ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ ഫോർ എ ഡൈഇലക്ട്രിക് മീഡിയം? ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ്. റോ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലേ. ഇതിനെ നമ്മൾ വോളിയം ഇൻ്റഗ്രൽ ആക്കി ബോത്ത് സൈഡിൽ വോളിയം ഇൻ്റഗ്രൽ എടുക്കുന്ന സമയത്ത് വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഡി ഡി ടോ ഈസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ റോ എഫ് ഡി ടോ എന്ന് വരും അല്ലേ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഗോസസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുക. ഇവിടെ എൽ എച്ച് എസിൽ നമ്മൾ ഗോസസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ വോളിയം ഇൻ്റഗ്രൽ മാറിയിട്ട് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി ഐ ഈസ് ഈക്വൽ ടു ഇത് ഇൻ്റഗ്രൽ ചെയ്ത് വരുമ്പോൾ ടോട്ടൽ ചാർജ് അല്ലെ, ചാർജ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ ക്യു എഫ് എന്ന് വരും. ഓക്കെ, വെർ ക്യു എഫ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫ്രീ ചാർജസ് എൻക്ലോസ്ഡ് ബൈ ദ ഡൈഇലക്ട്രിക് മീഡിയം. അപ്പോൾ ഇങ്ങനെയാണ് ഗോസസ് ലോ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ എ ഡൈഇലക്ട്രിക് മീഡിയത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കേൾ ഓഫ് ഡി അല്ലെങ്കിൽ കേൾ ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കറിയാം ഇൻ വാക്കം പോളറൈസേഷൻ പി ഈസ് ഈക്വൽ ടു 0. വാക്കത്തിൽ പോളറൈസേഷൻ എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ കേൾ ഓഫ് ഡി നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ക്രോസ് ഡി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് ഇൻ്റെ വാല്യൂ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഡെൽ ക്രോസ് എപ്സിലോൺ 0 ഇ പ്ലസ് ഡെൽ ക്രോസ് പി എന്ന് വരും. അപ്പോൾ ഇവിടെ ഡെൽ ക്രോസ് പി എന്താ, പി 0 ആയതുകൊണ്ട് 0 വരും. അപ്പോൾ ഡെൽ ക്രോസ് ആപ്സിലോൺ 0 ഇ എന്ന ടേമാണ് വരിക. കേൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് ആപ്സിലോൺ 0 ഇൻറ്റു ഇ വരും. എന്താണ് ഡെൽ ക്രോസ് ഡി ഈക്വൽ ടു ആപ്സിലോൺ 0 ഇൻറ്റു ഡെൽ ക്രോസ് ഇ എന്ന് വരും. പക്ഷേ ഡെൽ ക്രോസ് ഇ 0 ആയതുകൊണ്ട് ഡെൽ ക്രോസ് ഡി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കേൾ ഡി ഓൾവേസ് 0 ആയിരിക്കും. ഓക്കെ, ഇനി ഡൈഇലക്ട്രിക് മീഡിയത്തിലാണെങ്കിൽ പോളറൈസേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഡെൽ ക്രോസ് ഡി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് ഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആപ്സിലോൺ 0 ഇ പ്ലസ് പി വരുന്നു. ഇതിന് ഡെൽ ക്രോസ് ഇ ആപ്സിലോൺ 0 ഇൻറ്റു ഇ പ്ലസ് ഡെൽ ക്രോസ് പി വരുന്നു. ഡെൽ ക്രോസ് ആപ്സിലോൺ 0 ഇൻറ്റു ഇ അല്ലേ, ഡെൽ ക്രോസ് ഇ 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയിട്ട് വരും. അപ്പോൾ ഡെൽ ക്രോസ് ഡി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് പി എന്ന് വരും. പക്ഷേ ഒരു യൂണിഫോംലി പോളറൈസ്ഡ് ഡൈഇലക്ട്രിക് മീഡിയത്തിൽ ഡെൽ ക്രോസ് പിയും എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാകുമ്പം ഡൈഇലക്ട്രിക് മീഡിയത്തിൽ, അതായത് യൂണിഫോംലി പോളറൈസ്ഡ് ഡൈഇലക്ട്രിക് മീഡിയത്തിൽ ഡെൽ ക്രോസ് ഡി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പോയിന്റിൽ പറയാനുള്ളത് കേട്ടോ.